നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക സുരേഷ്. ഇന്ന് ഡിസംബർ 28 വ്യാഴാഴ്ചയാണ്. ധനു 12. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. വിശദമായ വാർത്തകളിലേക്ക്. CPI സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന്. സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് സംസ്ഥാന സെക്രട്ടറിയായി നിർദ്ദേശിക്കാൻ CPI എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. നേരത്തെ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചതിൽ KE ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകളൊന്നും നിർദ്ദേശിക്കപ്പെടാതായതോടെ സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ തുടരും. CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ നടപടിയും ഇന്നത്തെ സംസ്ഥാന കൗൺസിലിൽ എടുക്കും. അനധികൃത സ്വത്ത് സമ്പാദന പരാതിക്ക് പിന്നാലെ AP ജയനെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയിൽ KB ഗണേഷ് കുമാറിന്റെ ആവശ്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. ആന്റണി രാജു വഹിച്ചിരുന്ന ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണമെന്നാണ് ഗണേഷ് കുമാറിന്റെ ആവശ്യം. നിലവിൽ മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം ആലോചനയിൽ ഇല്ലെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. എന്നാൽ സജി ചെറിയാന് ആന്റണി രാജു വഹിച്ചിരുന്ന വകുപ്പുകളിൽ ചിലത് നൽകി സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് നൽകുന്ന കാര്യം പരിഗണിക്കും. ഒരാൾക്ക് വകുപ്പ് മാറ്റി നൽകിയാൽ മറ്റ് മന്ത്രിമാർ ആവശ്യം ഉന്നയിക്കുമോ എന്ന ആശങ്ക LDF-ലുണ്ട്. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അഹമ്മദ് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖ വകുപ്പ് തന്നെയാകും നൽകുക. നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നുവെങ്കിലും പുതിയ 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശ ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമി തരംമാറ്റൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകൾ ഗവർണർ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല. സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിലും വിവാദം തുടരുകയാണ്. ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം തുടരാൻ സാധ്യതയുണ്ട്. BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തൃശൂരിൽ. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് പ്രധാന അജണ്ട. പുതുതായി പാർട്ടിയിലെത്തിയ നടൻ ദേവൻ, സംവിധായകൻ മേജർ രവി എന്നിവരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെത്തിയ C രഘുനാഥും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് IT സെൽ ഭാരവാഹി യോഗവും നടക്കും. മഹിളാ സംഗമം എന്ന് പേരിട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ അടുത്ത മാസം 3-നാണ് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. വയനാട് വാകേരി സിസിയിൽ വീണ്ടും കടുവ ഇറങ്ങിയ പ്രദേശത്ത് കൂടുവെച്ച് വനംവകുപ്പ്. ഇന്നലെ വൈകിട്ടാണ് ക്ഷീരകർഷകനായ വർഗീസിന്റെ വീട്ടിലെ ആടിനെ കടുവ കൊന്നത്. കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ കൊലപ്പെടുത്തിയ ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവ എത്തിയത്. കടുവയെ പിടികൂടാൻ കഴിയാത്തതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. തിരുവനന്തപുരം തിരുവല്ലത്ത് ഭർതൃപീഡനം ആരോപിച്ച് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താനും മറ്റു ചിലരുടെ മൊഴി കൂടി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചു. അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ പെൺകുട്ടിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചിരുന്നു. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണത്തിന്മേൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ CK രമേശൻ, കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ M ഷഹന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ മഞ്ജു, രഹന എന്നിവരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് കുന്ദമംഗലം കോടതിയിൽ പോലീസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. റിപ്പോർട്ട് നൽകിയ 3 മാസം കഴിയുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് ACP കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തുണ്ടായ സ്ഫോടനം ആസൂത്രണത്തോടെയാണ് എന്ന സംശയത്തിൽ ഡൽഹി പോലീസ്. ക്യാമറ സ്ഥാപിച്ചിട്ടില്ല എന്നറിഞ്ഞ മേഖലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്ന് പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിന് മുൻപ് സംഘം എംബസിക്ക് സമീപം നിരീക്ഷണം നടത്തിയിരുന്നു. സംഭവത്തിൽ ഡൽഹി പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തേക്കും. അന്വേഷണ സംഘം ശേഖരിച്ച CCTV ദൃശ്യത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 2 യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്.
മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ഹമാസുമായുള്ള യുദ്ധം നീളുമെന്ന പ്രതിരോധ സേനാ മേധാവിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നീക്കം. ബുറജ് നുസ്രത്ത്, മഗസി അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ UN ആശങ്ക പ്രകടിപ്പിച്ചു. ഖാൻ യൂനിസിൽ കനത്ത ആക്രമണം തുടരുകയാണ്. അൽ അമർ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഗസയ്ക്ക് മേൽ ആക്രമണം തുടരുമെന്ന് യുദ്ധ ക്യാബിനറ്റ് അംഗം ബെന്നി ഗ്രാൻസ് വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി രംഗത്തെത്തി. നെതന്യാഹുവും ഹിറ്റ്ലറും തമ്മിൽ വ്യത്യാസമില്ല എന്ന് തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗൻ കുറ്റപ്പെടുത്തി. ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാനൊരുങ്ങി സൈന്യം. പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയുടെയും സന്ദർശനത്തിന് പിന്നാലെയാണ് നീക്കം. അതിർത്തി മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. വാഹന പരിശോധന കർശനമാക്കി. നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ നിരീക്ഷണ ഡ്രോൺ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഭീകര സാന്നിധ്യം തിരിച്ചറിയാൻ സൈനികർക്കൊപ്പം സ്നിഫർ ഡോഗുകളെയും തെരച്ചിലിന് ഉൾപ്പെടുത്തി. ഭീകരാക്രമണം നടന്ന പൂഞ്ചിലെ വനമേഖല കേന്ദ്രീകരിച്ച് ഭീകരർക്കായി സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുകയാണ്. എൻഡോസൾഫാൻ കുഴിച്ചു മൂടിയതിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം ഇന്ന് കാസർഗോഡ് എത്തും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖല ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുക. കീടനാശിനി കുഴിച്ചുമൂടിയ മിഞ്ചി പദവ് പ്രദേശം സംഘം സന്ദർശിക്കും. എൻഡോസൾഫാൻ അശാസ്ത്രീയമായ രീതിയിൽ കുഴിച്ചുമൂടി എന്ന പരാതിയിൽ പഠനം നടത്തി ജനുവരി 2-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരുന്നു. ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഭോഗ് നൽകിയ പരാതിയിലാണ് നടപടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. അടുത്ത 2 ദിവസം കൂടി മൂടൽമഞ്ഞ് അതിശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉത്തർപ്രദേശിലെ കൂടുതൽ ഇടങ്ങളിലേക്ക് മധ്യപ്രദേശിലേക്കും മൂടൽമഞ്ഞ് വ്യാപിച്ചതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. മൂടൽമഞ്ഞ് ഗുരുതരമായി ബാധിച്ചു. ഡൽഹി, അമൃത്സർ, പത്താൻകോട്ട്, ആഗ്ര, ഗോരഖ്പൂർ, അലഹബാദ് വിമാനത്താവളങ്ങളിൽ ദൃശ്യപരിധി 0 മുതൽ 50 മീറ്റർ വരെ ആയി കുറഞ്ഞു. ട്രെയിൻ ഗതാഗതത്തെയും മൂടൽമഞ്ഞ് രൂക്ഷമായി ബാധിച്ചു. ഉത്തരേന്ത്യൻ മേഖലയിൽ നിരവധി തീവണ്ടികൾ വൈകി ഓടുകയാണ്. മൂടൽമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ റോഡ് യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് സർക്കാർ നടത്തുന്ന വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികാഘോഷം ഇന്ന് ചെന്നൈയിൽ. രാവിലെ 11:15 നന്തമ്പാക്കത്തെ ട്രേഡ് സെന്ററിലാണ് പരിപാടി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. ദ്രാവിഡ കഴകം അധ്യക്ഷൻ K. വീരമണി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 23ാമത് സംസ്ഥാന ക്യാമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാനത്തെ 40ഓളം വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള 4000-ലേറെ വിദ്യാർത്ഥികളും പരിശീലകരുമാണ് 5 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മാർച്ച് പാസ്റ്റ്, ബാൻഡ് ഡിസ്പ്ലേ, കലാപ്രകടനങ്ങൾ, ക്രാഫ്റ്റ് എക്സിബിഷൻ, ഫുഡ് പ്ലാസ തുടങ്ങിയ പരിപാടികൾക്ക് കാമ്പോരി വേദിയാകും. ക്യാമ്പ് പ്രതിനിധികൾക്കായി 400-ലധികം ടെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് 139 വയസ്സ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ വളർന്ന് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച പ്രസ്ഥാനം ഇന്ന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ്. 3 പതിറ്റാണ്ടായി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടും എന്നറിയാതെ ഉഴലുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബർ മാസത്തിൽ ഇതേ ദിവസം ബോംബെയിലെ ഗോകുൽതാൽ തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്ന യോഗത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. A.O. ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരൻ രൂപീകരിച്ച സംഘടനയുടെ ആദ്യ അധ്യക്ഷനായി W.C. ബാനർജിയെ തിരഞ്ഞെടുത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ഇന്ത്യൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരതകൾക്കെതിരെ തദ്ദേശീയരുടെ പ്രസ്ഥാനം രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ രൂപീകരണം. 1857-ലെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ സാമൂഹിക കാരണങ്ങൾ രാജ്യത്ത് ദേശീയ സ്വഭാവമുള്ള ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി. ദേശീയത എന്ന വികാരം ആദ്യകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസിന് പിന്നീടാണ് രാഷ്ട്രീയ സ്വഭാവം കൈവന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് വേറിട്ട മുഖം നൽകി. 1924-ൽ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായി.
ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിന്റെ ബഹുജനാടിത്തറ വിപുലീകരിച്ചു. ആനി ബസന്റ്, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ 61 പേർ 1.5 നൂറ്റാണ്ടിനിടയിൽ പാർട്ടിയെ നയിച്ചു. 1897 അധ്യക്ഷനായ ചേറ്റൂർ ശങ്കരൻ നായർ മാത്രമാണ് പാർട്ടിയെ നയിച്ച ഏക മലയാളി. 22 വർഷം അധ്യക്ഷ പദവിയിലിരുന്ന സോണിയാഗാന്ധിയാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച വ്യക്തി. സംഘടനാപരമായും പാർലമെന്റ് രംഗത്തും 90-കൾക്ക് ശേഷം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തിരിച്ചടി തുടങ്ങി. എന്നാൽ ഇടയ്ക്ക് ചില ഇടവേളകൾ ഒഴിച്ചു നിർത്തിയാൽ 2014 വരെ മുന്നണി സംവിധാനത്തിൽ കോൺഗ്രസ് ഇന്ത്യയെ നയിച്ചു. പക്ഷേ 1ഉം 2ഉം UPA സർക്കാർ കാലത്തെ അഴിമതി കഥകൾ വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കി. ഇപ്പോൾ കോൺഗ്രസിന്റെ പുതുതലമുറ മുഖമായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് നഷ്ടപ്രതാപം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു കാലത്ത് രാജ്യത്തു പടർന്നു പന്തലിച്ച പാർട്ടി ഇന്ന് അടിത്തറ വീണ്ടെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. 2024 പരീക്ഷണം കൂടി വിജയിച്ചില്ലെങ്കിൽ സംഘടനയ്ക്കുണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. ഡൽഹി AICC ആസ്ഥാനത്ത് നിന്നും നിതിൻ അംബുജൻ, 24. 139-ാം വാർഷികം രാജ്യമെമ്പാടും ആഘോഷിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. PCCകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9:30-ന് AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വാർഷികത്തോടനുബന്ധിച്ച് നാഗ്പൂരിൽ ഇന്ന് വൈകിട്ട് കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കുന്നുണ്ട്. 10 ലക്ഷം പേരെ അണിനിരത്തിയാണ് കോൺഗ്രസിന്റെ റാലി. ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് വീടിന് വേണ്ടിയുള്ള അപേക്ഷകൾ. ലൈഫ് മിഷൻ, പുനർഗേഹം പദ്ധതികൾ വലിയ നേട്ടമായ സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് കിടപ്പാടത്തിന് കാത്തിരിക്കുന്നവരുടെ കണക്ക് പുറത്തുവരുന്നത്. നവകേരള സദസ്സിൽ ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ചത് 53,402 പരാതികൾ. പരാതികൾ തരംതിരിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. കിടപ്പാടം തേടിയുള്ള അപേക്ഷകളാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നതെന്ന് അപേക്ഷകൾ ക്രോഡീകരിക്കുന്ന ADMന്റെ ഓഫീസ് അറിയിച്ചു. വീടിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഏറെയും ലഭിച്ചത് തീരദേശം ഉൾക്കൊള്ളുന്ന അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നുമാണ്. സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന പദ്ധതികളാണ് ലൈഫ് മിഷനും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനർഗേഹം പദ്ധതിയും. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിൻ്റേത് ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റ് എന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. ആലപ്പുഴ ഒരു തീരദേശ മേഖലയിലൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാം. ലൈഫ് മിഷൻ്റെ വീട് പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുകൾ, ഉള്ള വീട് പൊളിച്ചിട്ടിട്ട് ലൈഫ് മിഷൻ്റെ പണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ആളുകളൊക്കെ നിരാശരാണെന്ന്. 1-ാം ഗഡു കിട്ടിയവർക്കൊന്നും തന്നെ 2-ാം ഗഡു കിട്ടുന്നില്ല. 2-ാം ഗഡു കിട്ടിയവർക്ക് 3-ാം ഗഡു കിട്ടുന്നില്ല. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകളാണ് എണ്ണത്തിൽ 2-ാം സ്ഥാനത്ത്. സാധാരണക്കാരന് താങ്ങാനാകാത്ത തരത്തിൽ കുതിച്ചുയരുന്ന ചികിത്സാ ചെലവും കാരുണ്യ പോലെയുള്ള സഹായ പദ്ധതികളുടെ നടത്തിപ്പിലെ പ്രശ്നങ്ങളും വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. തീരദേശത്ത് കടലെടുത്തും കുട്ടനാട്ടിൽ വെള്ളം കയറിയും കിടപ്പാടം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. ലൈഫ് മിഷൻ്റെ പേരിൽ ഉള്ള കിടപ്പാടം പൊളിച്ച് മറ്റൊന്നും പണിയാൻ കഴിയാതെ പ്രതിസന്ധിയിലായവരുമുണ്ട്. ലൈഫ് മിഷൻ വലിയ നേട്ടമായി ഇടത് സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴും കിടപ്പാടമില്ലാത്ത കുറേ മനുഷ്യർ സർക്കാരിൻ്റെ മുൻപിൽ കാരുണ്യം തേടി ഇപ്പോഴും അപേക്ഷകർ മാത്രമായി ജീവിക്കുകയാണ്. MD അധീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. KSRTCയിൽ ഇന്നു മുതൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ആരംഭിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ സിറ്റി സർക്കുലർ ബസ്സിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. UPI ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളിലൂടെ ടിക്കറ്റ് എടുക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം 4 മാസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകളിലും നടപ്പിലാക്കാനാണ് ലക്ഷ്യം. ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീനുകൾ ഉപയോഗിച്ചാണ് ടിക്കറ്റ് ലഭ്യമാക്കുക. തിരുവനന്തപുരം നഗരത്തിലെ 90 സിറ്റി സർക്കുലർ ബസ്സുകളിലും പോയിന്റ് ടു പോയിന്റ് ബസ്സുകളിലുമാണ് സംവിധാനം. യാത്രക്കാർക്ക് UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ച് ടിക്കറ്റ് തുക അടയ്ക്കാം. ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ടിക്കറ്റിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്നത്. ചലോ ആപ്പ് എന്ന പേരിൽ യാത്രക്കാർക്കായി ആൻഡ്രോയിഡ് ആപ്പും സജ്ജമാണ്. ആപ്ലിക്കേഷൻ വഴി യാത്രക്കാർക്ക് ബസ്സുകളുടെ ലൈവ് ലൊക്കേഷനും തിരക്കും ഉൾപ്പെടെ മനസ്സിലാക്കാം. പുതിയ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെ വിവിധ യാത്രാപാസുകൾ ബസ്സിൽ വെച്ച് തന്നെ പുതുക്കാനും പുതിയ യാത്രാപാസുകൾ എടുക്കാനും കഴിയും. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
ആദ്യഘട്ടത്തിലെ പോരായ്മകൾ പരിഹരിച്ച് 4 മാസത്തിനകം മുഴുവൻ ബസ്സുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് KSRTC ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. പത്തനംതിട്ട തിരുവല്ലയിൽ 1300-ലധികം കലാകാരന്മാർ പങ്കെടുത്ത ക്രിസ്മസ് കാരൽ ഗാനസംഗമം ശ്രദ്ധേയമായി. 10 സംഗീത സംവിധായകരുടെ കാരൽ ഗാനങ്ങൾ പരിപാടിയിൽ ആലപിച്ചു. തിരുവല്ലയിലെ വിജയ കൺവെൻഷൻ സെന്ററിൽ ഒത്തൊരുമിച്ച് നിന്നവർ ഈണത്തിൽ പാടി. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഈണവും ശ്രുതിയും തെറ്റാത്ത ആവേശം നൂറുകണക്കിന് സ്വരങ്ങളായി സമ്മേളിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു പരിപാടി. തോമസ് ജേക്കബ് കൈതയിലായിരുന്നു ഷോ ഡയറക്ടർ. കാരോൾസ് ഓഫ് ഹോം കമ്മിങ് കോൺസേർട്ട് എന്ന പേരിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള 1000-ൽ പരം ഗായകർ ഒരു 100 പീസ് സിംഫണി ഓർക്കസ്ട്രയുടെ കൂടെ ഒരുമിച്ച് ലൈവ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഈ വലിയൊരു സംരംഭം, ഇതൊരു 2 വർഷം മുമ്പ് തൊട്ടുള്ള പ്രയത്നമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോറൽ കോൺസേർട്ട് നടക്കുന്നത്. ജെറി അമൽദേവ് അടക്കം 10 സംഗീത സംവിധായകരാണ് കരോൾ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 800ഓളം കരോൾ ഗായകരും വാദ്യോപകരണ കലാകാരന്മാരും ക്രിസ്മസ് കരോൾ ഗാന സംഗമത്തിന്റെ ഭാഗമായി. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. കാസർകോട്ടെ ആഘോഷരാവുകൾക്ക് നിറം പകർന്ന് ബേക്കൽ തീരത്ത് ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ. BRDC, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേള സംഘടിപ്പിക്കുന്നത്. ബേക്കൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ അവതരിപ്പിക്കുകയാണ് ബീച്ച് ഫെസ്റ്റിന്റെ ലക്ഷ്യം. ബേക്കൽ കോട്ടയും കടൽ തീരവും ഒത്തുചേരുന്ന ഭൂമിക അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലാണ്. ബീച്ചിൽ പ്രത്യേകമൊരുക്കിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കൊപ്പം എക്സ്പോയും കലാപരിപാടികളും വിപണനമേളയും സന്ദർശകർക്ക് നവ്യാനുഭവമാണ് നൽകുന്നത്. പാലക്കാട്ട് നിന്നാണ് വരുന്നത്. പുതിയ ഒരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഈ കാഞ്ഞങ്ങാട് ബീച്ച് ഫെസ്റ്റിന് വരുന്നത്. കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒത്തിരി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ രസകരമായിട്ടുണ്ട്. കടലും ഫെസ്റ്റിവലും അതൊരു നല്ല കോംബോ ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കണ്ടു, എൻജോയ്. പുതുവത്സര ആഘോഷങ്ങളോടെ മേള ഈ മാസം 31-ന് സമാപിക്കും. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. സൗദിയിൽ പുതുതായി നിയമിതരായ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണാധികാരി സൽമാൻ രാജാവിന് മുന്നിലാണ് ചടങ്ങ് നടന്നത്. മദീന ഗവർണറും 5 മേഖലകളിലെ ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് അധികാരമേറ്റത്. പുതിയ മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താനും വിവിധ മേഖലകളിലെ 5 ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. റിയാദിലെ ഇർഖ കൊട്ടാരത്തിൽ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മുന്നിൽ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മതത്തോടും രാജ്യത്തോടും രാജാവിനോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റുമെന്ന് അമീറുമാർ പ്രതിജ്ഞ ചെയ്തു. മദീന അമീർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താന് പുറമെ മക്ക ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൗദി ബിൻ മിഷാൽ, കിഴക്കൻ പ്രവിശ്യ ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൗദി ബിൻ ബന്ദർ, തബൂക്ക് ഡെപ്യൂട്ടി അമീർ ഖാലിദ് ബിൻ സൗദ്, അസീർ മേഖല ഡെപ്യൂട്ടി അമീർ പ്രിൻസ് ഖാലിദ് ബിൻ സത്താം, അൽജൂഫ് ഡെപ്യൂട്ടി അമീർ പ്രിൻസ് മിതാബ് ബിൻ മിഷാൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്.
ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫും ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 12-നാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് രാജാവ് ഉത്തരവിറക്കിയത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. 23 ലക്ഷത്തോളം സൗദി പൗരന്മാരാണ് ഇപ്പോൾ തൊഴിൽ മേഖലയിൽ ഉള്ളത്. വനിതാ ജീവനക്കാരുടെ എണ്ണവും ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം സമീപകാലത്ത് വലിയ തോതിൽ ഉയർന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. 2019-ൽ 17 ലക്ഷമായിരുന്നു സ്വകാര്യ മേഖലയിൽ സൗദികളുടെ പ്രാതിനിധ്യം. ഈ വർഷത്തെ കണക്കുപ്രകാരം ഇത് 23 ലക്ഷമായി ഉയർന്നു. 3,60,000 സൗദി പൗരന്മാരാണ് ഈ കാലയളവിൽ പുതുതായി തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചത്. പുതിയ സ്വദേശിവൽക്കരണ പദ്ധതികൾ വഴി സൗദി പൗരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വലിയ തോതിൽ കുറഞ്ഞു. ഈ വർഷം രണ്ടാം പാദത്തിലെ കണക്കുപ്രകാരം 8.4% സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക്. സൗദി വനിതകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 15.7% കുറഞ്ഞു. 2017-ൽ 17% തൊഴിൽ മേഖലയിലെ വനിതാ പ്രാതിനിധ്യമെങ്കിൽ 2023-ൽ 35.3%. വിവിധ മേഖലകളിൽ പല ഉന്നത തസ്തികകളിലും ഇപ്പോൾ ജോലി ചെയ്യുന്നത് വനിതകളാണ്. 2022-ലെ തൊഴിലാളി ഉൽപാദനക്ഷമതാ നിരക്കിൽ G20 രാജ്യങ്ങളിൽ ഒന്നാമതാണ് സൗദി. 4.9% സൗദിയിലെ വളർച്ചാ നിരക്ക്. വിഷൻ 2030-ന്റെ ഭാഗമായി സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് പരമാവധി കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യം. സ്വദേശിവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. 24 ജിദ്ദ. ഹയ പ്ലാറ്റ്ഫോം വഴിയുള്ള പ്രവേശനം എളുപ്പമായതോടെ ഖത്തറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. ജനുവരി 12-ന് ആരംഭിക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ഖത്തർ എയർവേസും സന്ദർശകർക്കായി വിവിധ ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 101 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഖത്തറിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചതിനു പുറമെ ഇന്ത്യ ഉൾപ്പെടെ ശേഷിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഹയ പ്ലാറ്റ്ഫോം വഴി ഇ വിസ അനുവദിച്ചതും സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിലുള്ള ഹയ വിസയുടെ സാധുത 2024 ഫെബ്രുവരി 24 വരെ നീട്ടിയതും സന്ദർശകർക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇതിനു പിന്നാലെ 2022 ഫിഫ ലോകകപ്പ് മുതൽ ഈ വർഷം ആദ്യ 11 മാസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം 3.53 ദശലക്ഷമായി ഉയർന്നതായി ഖത്തർ ടൂറിസം അറിയിച്ചു. രാജ്യത്ത് ശൈത്യകാല വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ ദോഹ തുറമുഖം, കോർണിഷ്, പേൾ ഐലൻഡ്, ലുസൈൽ മറീന, ക്രൂയിസ് ടെർമിനൽ, ദോഹ സ്കൈലൈൻ തുടങ്ങിയ സ്ഥലങ്ങൾ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളുമായി നിരവധി ക്രൂയിസ് കപ്പലുകളും ഇനിയുള്ള ദിവസങ്ങളിൽ ദോഹ തുറമുഖത്ത് എത്തും. അൽബിദ പാർക്കിൽ പുരോഗമിക്കുന്ന ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ, മറ്റ് മെഗാ കായിക സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്ക് പുറമെ ജനുവരി ആദ്യം നടക്കാനിരിക്കുന്ന AFC ഏഷ്യൻ കപ്പ്, ഖത്തർ ഇന്റർനാഷണൽ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവൽ, മോട്ടോ GP ഗ്രാൻഡ് പ്രിക്സ്, ഖത്തർ ഇക്കണോമിക് ഫോറം എന്നിവയ്ക്ക് കൂടി തിരി തെളിയുന്നതോടെ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഖത്തറിലേക്ക് കൂടുതൽ സന്ദർശകർ എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ NSS യൂണിറ്റ് മരട് നഗരസഭയിലെ 6 ഇടങ്ങൾ മാലിന്യം നീക്കി മനോഹരമാക്കി. നെട്ടൂർ അടിപ്പാതയിൽ NSS വോളണ്ടിയേഴ്സ് ഒരുക്കിയ ചുവർ ചിത്രം ഏറെ ആകർഷണീയമാണ്. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് NSS യൂണിറ്റിലെ 65 അംഗങ്ങളുടെ അധ്വാനമാണ് ഈ അടിപ്പാതയെ മനോഹരമാക്കുന്നത്. മാലിന്യമുക്ത കേരളം എന്ന ആശയം ആസ്പദമാക്കിയുള്ള ചിത്രരചന, പോസ്റ്ററുകൾ പതിപ്പിച്ച് അലങ്കോലമാക്കിയിരുന്ന ചുവരിനെ മനോഹരമാക്കി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത യുവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹാരാമത്തിന്റെ പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വോൾ പെയിന്റിംഗ് ചെയ്യുകയാണ്. ഇതുകൂടാതെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുകയുണ്ടായി. ഈ 7 ദിവസവും നമ്മൾ പല സ്ഥലത്ത് വൃത്തിയാക്കാൻ പോവുകയും പല സ്ഥലത്ത് പെയിന്റ് അടിക്കാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിന്റെ വോളാണ് പെയിന്റ് അടിക്കാൻ പോയത്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ പ്രൊജക്റ്റ് ആയിരുന്നു ഇത് പെയിന്റ് അടിക്കുക എന്നുള്ളത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിസംബർ 22-നാണ് SH കോളേജിൽ NSS ക്യാമ്പ് തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായാണ് സ്നേഹാരാമം പദ്ധതി നടപ്പാക്കിയത്. NSS ക്യാമ്പിന്റെ തീം എന്ന് പറയുന്നത് മാലിന്യ വിമുക്ത നല്ല നാളേക്കായി യുവകേരളം എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് തീം എന്ന് പറയുന്നത് മാലിന്യ വിമുക്തമായിട്ടുള്ള ഒരു നല്ല നാളെ എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സേക്രഡ് ഹാർട്ട് കോളേജിലെ NSS യൂണിറ്റ് എല്ലാ വോളണ്ടിയേഴ്സും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമെന്ന് NSS വോളണ്ടിയേഴ്സ് പറയുന്നു. മാലിന്യമുക്ത നവകേരളത്തിനായി ഇനിയും രംഗത്തിറങ്ങുമെന്ന് കുട്ടികളുടെ ഉറപ്പ്. 24 കൊച്ചി. പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസുമായി ഗോകുൽ രവി ചേരും. നമസ്കാരം.